കൊച്ചി ഇപ്പോൾ പഴയ കൊച്ചിയൊന്നുമല്ല. ഗുണ്ടാ സംഘങ്ങളുടെയും ലഹരി മാഫിയുടെയും കയ്യിൽ മാത്രമല്ല, പലരും ഇപ്പോൾ തോക്കുമായിട്ടാണ് നടക്കുന്നത്. കൊച്ചിയിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിൽ 4 അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ കൊച്ചിയിൽ സ്പാ നടത്തുന്നവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിന് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന ഷജീറിനെ 4 അംഗ സംഘം മർദ്ദിച്ചത്. നേരത്തെ ഉണ്ടായ തർക്കത്തിന് പിന്നാലെ 3 അംഗ സംഘം ലോഡ്ജിലെത്തുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണവും മൊബൈൽ ഫോണും കവരുകയുമായിരുന്നു. സംഘം പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ തിരികെ വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ റൂമിലുണ്ടായിരുന്ന അയൺ ബോക്സ് എടുത്ത് ഷജീറിന്റെ മുഖത്തടിക്കുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഇയാളുടെ പക്കലുണ്ടായിരുന്ന 65,000 രൂപ വില വരുന്ന ഐഫോണും 5,500 രൂപയും സംഘം കവർന്നു. മൂക്കിന് പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ 3 പേരെയും എറണാകുളം സെൻട്രൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഷജീറും അക്രമി സംഘത്തിൽപ്പെട്ടവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് അറിയിച്ചു. ഭീഷണിപ്പെടുത്തിയത് കളിത്തോക്ക് ഉപയോഗിച്ചെന്നാണ് പ്രതികൾ പറഞ്ഞതെങ്കിലും പരിശോധനയിൽ കളിത്തോക്കല്ലെന്ന് വ്യക്തമായതായി പോലീസ് അറിയിച്ചു. ഇവർ ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് ഉപയോഗിച്ചത്. പ്രതികൾ എറണാകുളത്ത് സ്പാ നടത്തുന്നവരാണെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി.